ഇപ്പോൾ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് കൊലപാതകങ്ങളിലോട്ടൊക്കെ എത്തിപ്പെടുന്നത്? ആം, അത് നമ്മുടെ സമൂഹത്തിലൊരു ചിന്തയുണ്ട്, ഈ കൊലപാതകം നടക്കുമ്പോൾ അതെല്ലാം ഈ രാസലഹരി ഉപയോഗിച്ചിട്ടാണ്. അതൊന്നും സത്യമല്ല. രാസലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച് ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ വയലൻസ് വളരെ വളരെ പ്രകടമായിട്ട് കാണാറുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർ മാത്രമല്ല വയലൻസ് ഇതുപോലത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ആൽക്കഹോളിക്സും മാത്രമല്ല വയലൻസ് ഉണ്ടാക്കുന്നത്. അപ്പം വയലൻസ് മനുഷ്യനിൽ ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെയുണ്ട്. അത് പലപ്പോഴും ഒരു ഒരു മോർബിഡായിട്ടുള്ള സൈക്യാട്രിക് കണ്ടീഷൻ ഈ വ്യക്തികളിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാനസിക അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ മാനസിക രോഗാവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അത് എപ്പോഴും പുറത്ത് കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പലപ്പോഴും ഇങ്ങനെ വയലൻസിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. രണ്ട് വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് പറയും, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇപ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇമ്പൾസ് കൺട്രോൾ ഡെഫിസിറ്റുള്ള ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തങ്ങളായ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകളും ഇത്തരത്തിലുള്ള വയലൻസിലേക്ക് പോകുന്നു. പക്ഷേ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരിലും രാസലഹരി ഉപയോഗിക്കുന്നവരിലും സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് വെച്ചാൽ കടുത്ത മനോരോഗ ലക്ഷണങ്ങൾ പലപ്പോഴും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർ പലപ്പോഴും അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള വയലൻസിന് പലപ്പോഴും കാരണമാവാറുണ്ട്. ഒരു കാരണമില്ലാതെ പേരൻസിനെ ആക്രമിക്കുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ അവർക്ക് പണം കിട്ടണം, അത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് പണം കിട്ടാൻ സാധ്യതയുള്ള അടുത്ത് അവർ അത് കിട്ടാൻ വേണ്ടിയിട്ട് വയലൻസിലേക്ക് പോകുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ളത് കാണാറുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ കഞ്ചാവ് അടിക്കുന്നവർ അല്ലെങ്കിൽ ഈ രാസലഹരി ഉപയോഗിക്കുന്നവർ ഏത് കാര്യം ചെയ്താലും അതൊരു ഇൻറ്റൻസായിട്ട് ചെയ്യും. അപ്പോൾ അവരൊരു തർക്കത്തിൽ ഏർപ്പെട്ടാൽ അൺകൺട്രോൾഡായിട്ട് അവർ ഇമോഷണലി അതിനകത്ത് ഇൻവോൾവ് ആവാനും അതിൻ്റെ പേരിൽ അവർ വയലൻസിലേക്ക് പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതല്ലാതെ ഇത് അടിച്ചേച്ച് പോയി തല്ലിക്കൊല്ലുന്നു അന്ന് പറയുന്നതിനകത്ത് കഥയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഘർഷം ആകുമ്പോൾ അതിനകത്ത് രാസലഹരി അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഭയങ്കര ഹൈപ്പർ ആവുകയും അവർ ആക്രമിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആക്രമിക്കുമ്പോൾ മറ്റൊരാൾക്ക് പരിക്ക് കഴിഞ്ഞുള്ള സാധ്യത കൂടുതൽ. അതൊക്കെ വളരെ സാധാരണയായിട്ട് സംഭവിക്കാറുണ്ട്. പ്ലാൻഡ് മർഡർ കൂടുതലും പേഴ്സണാലിറ്റി പ്രോബ്ലവും അല്ലെങ്കിൽ സൈക്യാട്രിക് പ്രോബ്ലം ഉള്ളവരാണ്, അല്ലെങ്കിൽ അണ്ടർലൈനിങ് ആയിട്ടുള്ള സൈക്യാട്രിക് പ്രോബ്ലം ഉള്ളവരിലാണ് കൂടുതൽ കാണാറ് എന്നതാണ് സത്യം. കൂടുതൽ ദേഷ്യപ്പെടുമ്പോൾ, ഇപ്പോൾ എന്തിനും ചാടിക്കയറി ദേഷ്യപ്പെടുമ്പോഴോ അങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോഴൊക്കെ ആളുകൾ എപ്പോഴും പറയും അവന് വല്ല മയക്കുമരുന്നിനോ എന്തിനോ അടിമകളായിരിക്കും. അപ്പോൾ കൂടുതൽ ദേഷ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് സമൂഹം ഇപ്പോൾ ഇതാക്കി വെച്ചിരിക്കുന്നത്. അതെ, അതിനകത്ത് പകുതി മാത്രമേ അത് ശരിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ കഞ്ചാവ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മയക്കുമരുന്ന് അടിക്കുമ്പോൾ അല്ലെങ്കിൽ രാസലഹരി എന്ന് പറയും മെത്ത് എന്നൊക്കെ പറഞ്ഞ സംഗതികൾ അടിക്കുമ്പോഴും ഹൈപ്പർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ശരിയാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഇമ്പൾസ് കൺട്രോൾഡ് പ്രോബ്ലംസ് ഉള്ള, അങ്ങനെ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന്. ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ കഞ്ചാവ് അടിക്കേണ്ട, മയക്കുമരുന്ന് അടിക്കേണ്ട, ഒന്നും വേണ്ട. ദേ ക്യാൻ ബിക്കം എക്സ്ട്രീംലി വയലൻറ്റ് ഫോർ എ വെരി സ്മോൾ റീസൺ. അപ്പോൾ വളരെ ചെറിയ കാര്യത്തിന് വളരെ വലിയ വയലൻസിലേക്ക് പോകാൻ സാധ്യതയുള്ളവരാണ്. ഇന്ന് ഞാൻ കണ്ട ഒരു പേഷ്യൻ്റ് ഈ സ്വന്തം കുഞ്ഞിനെ ഈ പേഷ്യൻറ്റിൻ്റെ ഫാദർ, അതായത് ഗ്രാൻഡ് ഫാദർ, ഈ കൊച്ചിൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ കൊച്ചിൻ്റെ മുടി ചീവി കൊടുക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ഇമോഷണലി ഡിസ്റ്റർബ്ഡായിട്ട് ആ സ്വന്തം ഫാദറിനെ തലക്കടിച്ച് വീഴ്ചു. അപ്പോൾ അതിന് കാരണം പറഞ്ഞ ഇത്രയാണ്, പണ്ട് എൻ്റെ തല ചീവിയിട്ടുണ്ട്, ബലം പിടിച്ച് ചീവി എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കൊച്ചിനെ ഇയാൾ അതുപോലെ വേദനിപ്പിക്കും എന്നെനിക്കങ്ങ് തോന്നിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യലെന്ന് എനിക്കറിയാം, പക്ഷേ അന്നേരം എനിക്ക് കൺട്രോൾ കിട്ടിയില്ല, ഞാൻ ഒരെണ്ണം കൊടുത്തു. പ്ലാൻ ചെയ്തതല്ല, പക്ഷേ ഭയങ്കരമായിട്ട് അയാൾക്ക് പരിക്കേറ്റു. അപ്പോൾ ഇത് സത്യത്തിൽ കഞ്ചാവ് അടിച്ചുകൊണ്ടല്ല, അതൊരു പേഴ്സണാലിറ്റി പ്രോബ്ലമാണ്. അയാൾ ഇങ്ങനെ പ്രകോപിതനായി ഭാര്യയെ മർദ്ദിച്ചിട്ടുണ്ട്, സ്വന്തം അമ്മയെ മർദ്ദിച്ചിട്ടുണ്ട്, കൂട്ടുകാരനെ ഉപദ്രവിച്ചിട്ടുണ്ട്, സ്വയം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ ജനലിക്കടെ 1ാം നിലയിൽ നിന്ന് ജനല് തുറന്ന് പുറത്ത് ചാടിയിട്ടുണ്ട്. അങ്ങനെ
തനിക്ക് തന്നെ അപകടം വരുന്ന വിധത്തിൽ മറ്റൊരാൾക്ക് അപകടം വരുന്ന വിധത്തിൽ അയാൾ പെരുമാറുന്നത് അയാളുടെ സ്വഭാവ രീതിയാണ്, അതൊരു സ്വഭാവ വൈകല്യമാണ്. അപ്പം ഈ വയലൻസിന് ഇത് രണ്ടും കാരണമാവാം. എല്ലാ വയലൻസും മയക്കുമരുന്നിൻ്റെ ഇൻഫ്ലുവൻസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്റ്റൻസിൻ്റെ ഇൻഫ്ലുവൻസിലോ അല്ല. എല്ലാ വയലൻസും അങ്ങനെ സബ്സ്റ്റൻസിൻ്റെ കവർ ഇല്ലാതെയും അല്ല. അപ്പം കുറേ പേര് ഇങ്ങനെ പേഴ്സണാലിറ്റി പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ സൈക്യാട്രിക് കണ്ടീഷൻ കൊണ്ട് വളരെ ഗൗരവമുള്ള സിവിയർ ആയിട്ടുള്ള വയലൻസിലേക്ക് പോകും. ചിലർ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ കാണിക്കാറുണ്ട്. നമുക്കത് തീർച്ചയായിട്ടും ഇന്നതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വയലൻസും ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ല.